അബ്യൂസീവായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും പ്രതികരിക്കാൻ പറ്റാതെ അവിടെ നിന്ന് മരവിച്ച് പോകുന്നവരുണ്ട്. അതെ, ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഒത്തിരി മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. അത് ഓരോരുത്തരും എടുക്കുന്ന രീതി അല്ലെങ്കിൽ ഓരോരുത്തരെ എഫക്റ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയാനാണെങ്കിൽ ഒരു കാറ്റഗറി ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ അതിനോട് അപ്പം തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. ഒന്നെങ്കിൽ അയാളോട് പ്രതികരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബോൾഡ്നെസ് ഉള്ള ആൾക്കാർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോയെ സമീപിക്കാം, പോലീസിനെ സമീപിക്കാം, അങ്ങനെയുള്ളൊരു കാറ്റഗറി. മൂന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ ഷോക്കായി എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവിടെ നിന്ന് മരവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവർ ആക്ച്വലി അപ്പോൾ തന്നെ ഒരു ട്രോമയിൽ എത്തിയിട്ടുണ്ടാവും. അവരിനി വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്ത് അതിനുള്ളൊരു പ്രതികരിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് വരാനൊക്കെ ഒത്തിരി നേരം എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈയിടെ കണ്ടുവരുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ഇത് ഡയറക്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രനാളും അതൊരു നെഗറ്റീവ് കാര്യമല്ലായിരുന്നു. കാരണം ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാനൊരു ധൈര്യമുണ്ട്. അതേപോലെ തന്നെ ആൾക്കാർ എക്സ്പോസ്ഡ് ആവുമെന്ന് പേടിച്ച് ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രനാളും അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, അൺടിൽ ആൻഡ് അൺലെസ് ഇപ്പോൾ ഒരു റീസെൻറ്റ് ഇഷ്യൂ വരുന്നത് വരെ. ഇനിയിപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ജെന്യുയിൻ ആയിട്ടുള്ളൊരു കേസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്താൽ പോലും അത് ആൾക്കാരൊരു ഡിഫറെൻറ്റ് രീതിയിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കുള്ള ഫ്രീഡം മിസ്യൂസ് ചെയ്യാതിരിക്കുക ഒന്നിനും വേണ്ടിയിട്ട്.